ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 97-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൻ നിസായിലെ 114 തുടങ്ങി 121 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ തൊട്ട് മുൻപ് പേജിൽ മനസ്സിലാക്കിയത് ഒരു പടയങ്കി മോഷണ സംഭവമായി അവതരിച്ച ആയത്തുകളാണ്. ഈ പേജിലും അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ വരുന്നുണ്ട്. ആ സംഭവം എന്തായിരുന്നു? ഒരു അൻസ്വാരിയായ ഒരു സ്വഹാബി മറ്റൊരു അൻസ്വാരിയുടെ പടയങ്കി മോഷ്ടിച്ചു. അത് അദ്ദേഹം അയാളുടെ വീട്ടിൽ ആദ്യം കൊണ്ടുവച്ചു. പിന്നീട് ഇത് പിടിക്കപ്പെടുമെന്നായപ്പോൾ ഒരു ജൂതൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ കൊണ്ട് ഏൽപ്പിച്ചു. കേസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. അങ്ങനെ തൊണ്ടി മുതൽ കണ്ടെടുത്തത് ഈ ജൂതൻ്റെ വീട്ടിൽ നിന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെളിവ് പ്രകാരം ജൂതനെതിരെ വിധി പ്രഖ്യാപിക്കാൻ ഒരുങ്ങി നിൽക്കവെയാണ് അള്ളാഹു ഈ ആയത്തുകൾ അവതരിപ്പിച്ചത്. ഒരിക്കലും നബിയെ താങ്കൾ വഞ്ചകന്മാർക്ക് വേണ്ടി വാദിക്കുന്നവനാകരുത് എന്ന് അള്ളാഹു പറഞ്ഞു. പിന്നെ ഈ ഒരു വേദഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? യഥാർത്ഥ പ്രകാരം സത്യത്തിനു വേണ്ടി വിധി കൽപ്പിക്കാൻ വേണ്ടിയാണ്, ജനങ്ങൾക്കിടയിൽ നിന്നാണ് അള്ളാഹു പറഞ്ഞതല്ലേ. പിന്നെ പറഞ്ഞു അള്ളാഹുവിന് ഒരിക്കലും ഒരു വഞ്ചകനെയും ഒരു മഹാപാപിയെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീടുള്ള ആയത്തുകൾ ഈ സംഭവവുമായി അള്ളാഹു അവതരിപ്പിച്ച ആയത്തുകളായിരുന്നു. പിന്നെ അവസാനം അള്ളാഹു പറഞ്ഞു, എന്താ, അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ ഈ ആളുകൾ നബിയെ താങ്കളെ വഴിതെറ്റിക്കുമായിരുന്നു. യഥാർത്ഥ മോഷ്ടാവായ തഅമത്ത് ഇബ്നു ഉബൈരിക്ക് അല്ലെങ്കിൽ ബഷീർ ഇബ്നു ഉബൈരിക്ക് എന്ന് പറഞ്ഞ ആളും അയാളുടെ ഗോത്രക്കാരായ ബനു ലഫർ ഗോത്രക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരുപാട് വാദിച്ചു അല്ലേ. തെളിവ് കിട്ടിയത് ജൂതൻ്റെ അടുത്തുനിന്നാണ്, ഒരു മുസ്ലിമായ ആൾക്കെതിരെ വിധി പ്രഖ്യാപിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അള്ളാഹു ആ സത്യം കാണിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിപിഴപ്പിക്കാൻ പറ്റുമായിരുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം വളരെ വമ്പിച്ചതാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു ആ പേജ് അവസാനിപ്പിച്ചത്. ഇനി ഈ പേജിലും തുടർന്ന് വരുന്ന ആയത്തുകൾ ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർദാത്തില്ലാഹി ഫസൗഫ നുഅ്തീഹി അജ്റൻ അളീമാ. ഈ ആയത്തിൽ അള്ളാഹു പറയണത് ഈ മോഷ്ടാവായ ഉബൈരിക്കിൻ്റെ മകനായ തഅമത്ത് അല്ലെങ്കിൽ ബഷീർ എന്ന് പറഞ്ഞ ആളും അയാളുടെ ഗോത്രക്കാരായ ബനു ലഫർ ഗോത്രക്കാരും ആ രാത്രി ഗൂഢാലോചന നടത്തിയ വിഷയമാണ് അള്ളാഹു പറയണത്. അപ്പോൾ അവർ ഗൂഢാലോചന നടത്തിയ കാര്യം അവർക്ക് ഗുണകരമല്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ല അവർ ആ ഗൂഢാലോചന നടത്തിയത് എന്നാണ് അള്ളാഹു പറയാണ്. അപ്പോൾ ഇത് നമുക്കും കൂടിയുള്ളൊരു ഉപദേശമാണ്, ഗൂഢാലോചന നടത്തണത്. ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും രഹസ്യമായിരിക്കും അല്ലേ, മറ്റുള്ളവർ അറിയാണ്ട് നടത്തണ ഒരു രഹസ്യ സംഭാഷണം. അപ്പോൾ അള്ളാഹു 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഈ രഹസ്യ സംഭാഷണം നന്മയാകണ കാര്യങ്ങൾ, അതൊന്നില്ലെങ്കിൽ ഒരു ദാനധർമ്മത്തെ സംബന്ധിച്ചുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഒരു മര്യാദപൂർവ്വമുള്ള ഒരു കാര്യമായിരിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാനായിട്ട് നടത്തണ ഒരു സംഭാഷണമായിരിക്കാം. ഈ 3 കാര്യങ്ങളാണെങ്കിൽ മാത്രമേ ഖൈറുള്ളൂ. അല്ലാണ്ട് നടത്തണ എല്ലാ ഗൂഢസംഭാഷണങ്ങളും നല്ലതല്ല എന്നാണ് അള്ളാഹു പറയണത്. അത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവതരിച്ചതെങ്കിൽ കൂടിയും നമുക്കും അതിൽ പാടുണ്ടല്ലേ. നമ്മൾ നടത്തണ ഏതൊരു ഗൂഢ സംഭാഷണവും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒന്നില്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും പരദൂഷണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത ആളുകളെക്കുറിച്ച് പറയണ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ശത്രുവിനെതിരെ നടത്തണ എന്തെങ്കിലും മോശം കാര്യമായിരിക്കാം. അതിലൊന്നും നന്മയില്ല എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അപ്പോൾ ആയത്തിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ലാ ഖൈറ, ലാ എന്ന് വെച്ചാൽ ഇല്ല, ഖൈർ നന്മ, ഒരു നന്മയും ഇല്ല അല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ല, ഫീ കസീരിൻ അധികം കാര്യത്തിലും, മിൻ നജ്വാഹും അവരുടെ ഗൂഢസംഭാഷണത്തിൽ നിന്നും. അപ്പോൾ ഗൂഢസംഭാഷണത്തിൽ നിന്നുള്ള അധികം കാര്യങ്ങളിലും യാതൊരു ഗുണവുമില്ല. എന്തല്ലാതെ എന്നാണ് ഇനി പറയണത്. ഇല്ല അല്ലാതെ, മൻ യാതൊരുവൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ യാതൊരുവൻ അമറ അവൻ കൽപ്പിച്ചു, ബി സ്വദഖത്തിൻ ഒരു
സ്വതക്കയ്ക്ക് വേണ്ടി, ഒരു ദാനധർമ്മത്തിന് വേണ്ടിയാണ് അവൻ ഈ ഗൂഢസംഭാഷണം നടത്തുമെങ്കിൽ അത് കുഴപ്പമില്ല. ഔ അല്ലെങ്കിൽ മഅറൂഫിൻ, ഒരു നല്ല സദാചാരപൂർവ്വമുള്ള ഒരു കാര്യത്തിന്. അറഫ എന്ന് വെച്ചാൽ അറിഞ്ഞു എന്നാണ്. അപ്പോൾ മഅറൂഫ് എന്ന് വെച്ചാൽ പൊതുവേ അതിൻ്റെ അർത്ഥം പറയണത് സദാചാര മര്യാദ എന്നാണ്. അപ്പം അതായത് നല്ല കാര്യമെന്ന് പൊതുവേ അറിയപ്പെടുന്ന കാര്യങ്ങൾ, അതാണ് മഅറൂഫ്. അപ്പം നല്ല കാര്യത്തിന് വേണ്ടിയാണ് അയാൾ ഈ ചർച്ച നടത്തണമെങ്കിൽ അല്ലെങ്കിൽ സംഭാഷണം നടത്തണമെങ്കിൽ അതിൽ തെറ്റില്ല. ഔ അല്ലെങ്കിൽ ഇസ്ലാഹിം ബൈനന്നാസ്, ഇസ്ലാഹ് ഉണ്ടാക്കുക ആളുകൾക്കിടയിൽ, അതായത് രഞ്ജിപ്പുണ്ടാക്കുക. ശത്രുതയിൽ കഴിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ അടുത്തും പോയിട്ട് നമ്മൾ ഈ പ്രശ്നം തീർക്കാനായിട്ട് നടത്തുന്ന സംഭാഷണം. അപ്പോൾ അതൊക്കെ നല്ലതാണ്. ഈ 3 കാര്യങ്ങളല്ലാണ്ട് നടത്തണ അധികം ഗൂഢകാര്യങ്ങളിലും മോശമായ കാര്യമാണ്, അതിൽ യാതൊരു ഗുണവുമില്ല എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ഇനിയിപ്പം നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ഒന്നില്ലെങ്കിൽ ദാനധർമ്മത്തിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു സദാചാരമായ കാര്യം നടത്തണതിനെ ഉദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണ കാര്യത്തിലോ ഈ കാര്യങ്ങൾ ചെയ്യണത് അവർ അള്ളാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ അവർക്ക് പ്രതിഫലം ഉണ്ട് എന്നാണ് അള്ളാഹു അടുത്ത ഭാഗത്ത് പറഞ്ഞിരുന്നത്. വമൻ യഫ് അൽ, ആരെങ്കിലും ചെയ്താൽ, ഫഅല എന്ന് വെച്ചാൽ പ്രവർത്തിച്ചു, യഫ് അൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ആരെങ്കിലും പ്രവർത്തിച്ചാൽ, ദാലിക അത്, ഈ പറഞ്ഞ നല്ല കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം അയാളത് പ്രവർത്തിക്കേണ്ടത്? ഇബ്തിഗാ മർളാത്തില്ല, ഇബ്തിഗാ എന്ന് വെച്ചാൽ എന്താണ്? തേടിക്കൊണ്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ട്. മർളാത്തില്ല, റളിയ നമുക്കറിയണ വാക്കാണ് അല്ലേ? അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവരിത് ചെയ്യണമെങ്കിൽ സൗഫ എന്നാൽ വഴിയെ, എന്നാൽ സൗഫ വഴിയെ, നുതീഹി അവന് നാം നൽകും, അജ്റൻ പ്രതിഫലം, അലീമ വമ്പിച്ച. അപ്പം അള്ളാഹു പറയാണ്, നമ്മൾ ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന്. ഇപ്പോൾ കുറേ ആളുകളുണ്ടല്ലേ, പല കാര്യത്തിലും സാമൂഹികമായ പല കാര്യത്തിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, അവർ പക്ഷേ അള്ളാഹുവിന് പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പരലോകത്ത് നമുക്ക് കിട്ടണം, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണം എന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കൂല. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് പരലോകത്ത് പ്രതിഫലം ഇല്ല. അവരിവിടെ പ്രവർത്തിച്ചതിനുള്ള ഗുണം അവർക്ക് ഇവിടെ തന്നെ കിട്ടും. അപ്പം നമ്മളൊരു സത്യവിശ്വാസി എന്ന നിലയിൽ നമ്മൾ ഏതൊരു നന്മ ചെയ്യുമ്പോഴും നമ്മളുടെ ഉള്ളിലുണ്ടാവുന്ന ആഗ്രഹം എന്താണ്? അള്ളാഹുവിൻ്റെ പ്രീതി നമുക്ക് കിട്ടണം എന്നായിരിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അങ്ങനെ ഒരു ആഗ്രഹത്തോടും നെയ്യത്തോടു കൂടിയും പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ എന്നാണ് നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാവണം അല്ലേ? ഇനി അടുത്ത ഭാഗം അള്ളാഹു പറയണത്, ഈ ത്വഅമത്ത് ബിൻ ഉബൈരിക്ക് എന്ന് പറഞ്ഞ ആള് മോഷ്ടാവാണെന്ന് തെളിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതനായ ആ സഹോദരനെ നിരപരാധിയായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഇയാൾ എന്താ ചെയ്തത്? റസൂലിനോട് ചേരി തിരിഞ്ഞുകൊണ്ട് ഈ മദീന വിട്ട് മക്കത്തേക്ക് പോവുകയാണ് ചെയ്തത്. മക്കത്ത് പോയി മുശ്രിക്കുകളുടെ കൂട്ടുപിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയാണ് അയാൾ പ്രവർത്തിച്ചത്. അയാളുടെ അന്ത്യം വളരെ മോശമാണെന്നൊക്കെയാണ് നമുക്ക് ചരിത്രത്തിൽ നിന്നൊക്കെ മനസ്സിലാവണത്. ആയത്ത് നമുക്ക് നോക്കാം. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونسله جهنم وساءت مصيرا. ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ തിരിഞ്ഞാൽ, എന്നിട്ട് എങ്ങനെയാണ് തിരിയണത്? അയാൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം, സത്യം ഏതാണ് അല്ലെങ്കിൽ നേരായ മാർഗം ഏതാണെന്ന് മനസ്സിലായതിന് ശേഷം അയാൾ ചേരി തിരിഞ്ഞു പോയാൽ, ചേരി തിരിഞ്ഞു പോകുക എന്ന് വെച്ചാൽ സത്യവിശ്വാസികളുടെ പാതയിൽ നിന്ന് തെറ്റി അല്ലാത്ത വേറൊരു മാർഗത്തിലേക്ക് അയാൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്താ ചെയ്യുക? അയാൾ പോണ വഴിയെ അങ്ങോട്ട് അള്ളാഹു തിരിച്ചുവിടുന്നു. നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, തെളിച്ച വഴിക്ക് പോയില്ലെങ്കിൽ പോണ വഴിക്ക് തെളിക്കാന്ന്. അത് തന്നെ. അപ്പം നല്ല രീതിയിലേക്ക് വന്നില്ല, അയാൾക്കെല്ലാം മനസ്സിലായി, നല്ല വഴിക്ക് അയാൾ വന്നില്ലെങ്കിൽ അയാൾ പോണ വഴിക്ക് അള്ളാഹു അയാളെ അങ്ങോട്ട് തിരിച്ചു കളയും. എന്നിട്ട് എവിടെ അയാൾ ചെന്ന് അവസാനിക്കണത് നരകത്തിലായിരിക്കും, ജഹന്നമിലായിരിക്കും എന്നാണ് അള്ളാഹു പറയണത്. ആ സ്ഥലം വളരെ മോശമായൊരു സ്ഥലമാണെന്ന് അള്ളാഹു അവിടെ മുന്നറിയിപ്പും നൽകി. അതാണ് ഈ ആയത്തിൽ പറയണത്. അപ്പം വമൻ ആരെങ്കിലും യുഷാഖിക്ക് റസൂലിനോട് ചേരി തിരിഞ്ഞു, എപ്പോ? മിം ബഅദി ശേഷമായി, മാ തബയ്യന ലഹുൽ ഹുദ എന്ന് വെച്ചാൽ നേർമാർഗം അല്ലേ? ബയ്യന എന്താണ്? വ്യക്തമാവുക. അപ്പോൾ അയാൾക്ക് വ്യക്തമായതിനു ശേഷം, നേർമാർഗം അല്ലെങ്കിൽ സന്മാർഗം വ്യക്തമായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേരി തിരിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നിട്ട് അയാൾ എന്താ ചെയ്യണത്? വയത്തബിഅ, അയാൾ പിൻപറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടിട്ട് എന്താ അയാൾ ചെയ്യണത്? ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാർഗമല്ലാത്ത വേറൊരു മാർഗത്തെ അയാൾ പിൻപറ്റുകയും ചെയ്യുന്നു. അതായത് നല്ല മാർഗമല്ല, മോശം മാർഗത്തിൽ ആണ് അയാൾ പോണത്. നുവല്ലിഹി, വല്ലാന്ന് വെച്ചാൽ തിരിച്ചു എന്നാണ്.
നുവല്ലിഹി അവനെ നാം തിരിക്കും, മാ തവല്ല അവൻ എങ്ങോട്ടാണോ തിരിഞ്ഞത് അതുപോലെ അങ്ങോട്ട് തിരിക്കും, വനുസ്ലിഹി അവനെ നാം കടത്തിയിരിക്കുകയും ചെയ്യും ജഹന്നം നരകത്തിൽ. അങ്ങനെ പോണ വഴിക്ക് വിട്ടിട്ട് ഇപ്പം അയാൾ അങ്ങനെ പോവും, സുഖിച്ചിങ്ങനെ പോകണ്ടാവും, പക്ഷേ ചെന്ന് അവസാനിക്കണത് എവിടെയാണ്? നരകത്തിലാണെന്നാണ് അള്ളാഹു പറയണത്. ഇനി ആ നരകം എങ്ങനെയാണെന്നാണ് അടുത്ത ഭാഗം അള്ളാഹു പറയണത്. എന്ന് വെച്ചാൽ എന്താണ്? മോശം, എത്രയോ മോശം, വളരെ മോശം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ വസാഅത്ത് മസീറ, അത് ചെന്നെത്തുന്ന ആ പര്യവസാന സ്ഥലം വളരെ മോശമാണ് എന്നാണ് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു നമ്മൾ മുമ്പ് പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് പറയണത്. അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്നൊരു കാര്യം അള്ളാഹു ഒരിക്കലും പുറത്തു തരൂല. ബാക്കിയുള്ള തെറ്റുകളൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. ഇനി ആരെങ്കിലും അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായും വഴിപിഴച്ചു പോയി, വിദൂരമായൊരു വഴിപിഴവിലാണ് അയാളെന്നാണ് അള്ളാഹു പറയണത്. ഈ സൂറത്തിൽ തന്നെ 48 ആയത്തിൽ ഈ സെയിം ആശയം തന്നെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. അപ്പം അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ആയത്താണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലൻ ബഈദാ. ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു ലാ യഗ്ഫിറു അവൻ പൊറുക്കുകയില്ല, അൻ യുശ്റക ബിഹി അവനോട് പങ്കു ചേർക്കപ്പെടുന്നത്, ആരെങ്കിലും ഷിർക്ക് ചെയ്യുക എന്നത് അള്ളാഹു ഒരിക്കലും പുറത്തു തരൂല. വയഗ്ഫിറു അവൻ പൊറുക്കുകയും ചെയ്യും, മാ ദൂന ദാലിക്, ദൂന എന്ന് വെച്ചാൽ അല്ലാത്തത്, ഇതല്ലാത്തത് എന്നർത്ഥം. അപ്പം ഈ ഷിർക്ക് ചെയ്യുക എന്നല്ലാത്ത വേറെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു പുറത്തു തരും. ആർക്ക്? ലിമൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വമൻ യുശ്രിക് ആരെങ്കിലും പങ്കു ചേർക്കുന്ന പക്ഷം ബില്ലാഹി അള്ളാഹുവിനോട്, ഫഖദ് എന്നാൽ തീർച്ചയായും, വല്ല അവൻ വഴിപിഴച്ചു, വലാലം ബഈദ ഒരു വിദൂരമായ വഴിപിഴവിലാണ് അയാളുള്ളത് എന്നാണ് അള്ളാഹു പറയണത്. അപ്പം ഷിർക്ക് എന്നുള്ളത് അള്ളാഹു ഒരിക്കലും പുറത്തു തരാത്ത ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ബാക്കി എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് അള്ളാഹു പുറത്തു തന്നേക്കാം അല്ലേ. ഷിർക്ക് ചെയ്തിട്ട് പശ്ചാത്തപിക്കാതെയാണ് അയാൾ മരണപ്പെട്ടു പോണെങ്കിൽ അയാൾക്ക് വേറെ യാതൊരു രക്ഷയും ഇല്ല എന്ന് അള്ളാഹു വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അടുത്ത ആയത്തിൽ ഷിർക്ക് ചെയ്യണ ആളുകൾ ചെയ്യണ കാര്യങ്ങളാണ് അള്ളാഹു പറയണത്. ഈ യദഊന അവർ വിളിക്കുന്നില്ല, മിൻ ദൂനിഹി അവന് പുറമെ, അത് അള്ളാഹുവിന് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല. ആരെ അല്ലാണ്ട്? ഇല്ലാ ഇനാസൻ ചില സ്ത്രീകളെ അല്ലാതെ. വ ഇൻ യദഊന അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നുമില്ല, ഇല്ലാ ശൈത്വാനം മരീദ ധിക്കാരശീലനായ പിശാചിനെ അല്ലാതെ. ഈ അള്ളാഹുവിനെ വിട്ടിട്ട് ഇവർ ചെയ്യണ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചില സ്ത്രീകളുടെ പേരുകളുള്ള ആരാധ്യമൂർത്തികളെ, നമ്മൾക്ക് ഇന്നത്തെ കാലത്തും നമുക്കറിയാം അല്ലേ, ദേവികൾ അല്ലെങ്കിൽ ബീവികൾ, കുറേ സ്ത്രീകളുടെ പേരുള്ള കുറേ വിഗ്രഹങ്ങൾ അല്ലേ, അതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ചില പെണ്ണുങ്ങളെ അല്ലാതെ അല്ലെങ്കിൽ ചില സ്ത്രീകളെ അല്ലാതെ അല്ലെങ്കിൽ ശൈത്താനെ അല്ലാതെ ഇവർ വിളിച്ച് ആരാധിക്കുന്നില്ല എന്നാണ് അള്ളാഹു പറയണത്. അറബികൾക്കിടയിൽ അന്നത്തെ കാലത്ത് അവരുടെ മിക്ക ഗോത്രങ്ങൾക്കും അവരുടേതായ ദേവികളും വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ചില കുടുംബക്കാർക്ക് അവരുടേതായ ആരാധനാ സ്ഥലങ്ങളുണ്ടാവും, പ്രത്യേകം ആരാധനാമൂർത്തികൾ ഉണ്ടാവും അല്ലെ, സ്ത്രീകളുടെ പേരുള്ളതൊക്കെ ഉണ്ടാവും. അപ്പം അതാണ് അള്ളാഹുവിടെ പറയണത്. അപ്പം അവർ അള്ളാഹുവിനെ അല്ലാണ്ട് വിളിച്ച് പ്രാർത്ഥിക്കണത് ഇങ്ങനെയുള്ള കുറച്ച് വിഗ്രഹങ്ങളെയും അല്ലെങ്കിൽ ശൈത്താനെയാണ് വിളിച്ച് പ്രാർത്ഥിക്കണതെന്നാണ് അള്ളാഹു പറയണത്. ഇവിടെ ഇനാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർഡ് മീനിങ് എന്താ? സ്ത്രീകൾ എന്നാണ്. അത് ജീവനുള്ളതാവാം അല്ലെങ്കിൽ ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളും ഈ ഇനാസ് എന്നുള്ള വേർഡിൽ പെടും എന്നാണ് മനസ്സിലാക്കണത്. പിന്നെ അള്ളാഹു പറഞ്ഞു ധിക്കാരിയായ പിശാച്, ഇല്ലാ ശൈത്വാനം മരീദ എന്ന് പറഞ്ഞു അല്ലേ. അത് ആരെ കുറിച്ചിട്ടാണ്? ഇബിലീസിനെ കുറിച്ചിട്ടാണ് പറയണത്. കാരണം ഇബിലീസിനെ ആരും വിളിച്ച് ആരാധിക്കണില്ലെങ്കിലും ഇബിലീസാണ് ഈ അള്ളാഹുവിനെ അല്ലാണ്ട് ആരാധിക്കാനുള്ള പ്രേരണകൾ നൽകണത് അല്ലേ. അപ്പം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അള്ളാഹു പറഞ്ഞു അവർ അള്ളാഹുവിന് പുറമെ ചില സ്ത്രീകളെയോ അല്ലെങ്കിൽ പിശാചിനെയോ ആണ് അവർ വിളിച്ച് ആരാധിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി അള്ളാഹു പറയാണ് ലഅനഹുല്ലാ അള്ളാഹു അവനെ ശപിച്ചിരിക്കുന്നു, ഈ ഇബ്ലീസിനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇനി അടുത്തത് ഇബ്ലീസിന്റെ ആ പ്രതിജ്ഞയാണ് അള്ളാഹു പറഞ്ഞത്. വഖാല അവൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ലഅത്തഖിദന്ന തീർച്ചയായും ഞാൻ ഉണ്ടാക്കി തീർക്കുക തന്നെ ചെയ്യും. എന്താണ് ചെയ്യണത്? മിൻ ഇബാദിക നിന്റെ അടിയാന്മാരിൽ നിന്നും നസീബൻ ഒരു ഓഹരി, മഫ്റൂദ നിശ്ചയിക്കപ്പെട്ട അല്ലെങ്കിൽ നിർണയം ചെയ്യപ്പെട്ട ഒരു ഓഹരി നിന്റെ അടിയാന്മാരിൽ നിന്നും തീർച്ചയായും ഞാൻ ഉണ്ടാക്കി തീർക്കുക തന്നെ ചെയ്യുന്ന ചെന്താ? അള്ളാഹുവിൻ്റെ അടിയാന്മാരിൽ നിന്നും ഒരു വിഭാഗം ആളുകളെ അവൻ്റെ അനുയായികളാക്കിക്കൊണ്ട് മാറ്റുന്നു, അവൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കണം അല്ലെങ്കിൽ നേരായ പാതയിൽ നിന്നും തെറ്റിച്ചു കളയുന്നൊരു ശപഥം, അതാണ് അവൻ പറഞ്ഞിട്ടുള്ളത്.
ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ആദമിന്റെ മക്കളിൽ അല്പമൊഴിച്ച് ബാക്കിയുള്ളവരെ ഞാൻ താറുമാറാക്കും. ഈ പിശാചിന്റെ പ്രതിജ്ഞയാണ് ഈ പറയണത്. അപ്പോൾ അധികം ആളുകളെ അവൻ കൊണ്ടുപോകുന്നു, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുള്ളൂ. സൂറത്തു സ്വാദിൽ 82-83 ആയത്തുകളിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അവരെ മുഴുവൻ ഞാൻ വഴിതെറ്റിക്കുക തന്നെ ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ അടിയാന്മാരെ, അതിൽ നിഷ്കളങ്കരായ ആളുകൾ ഒഴികെ. അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യണയിൽ നിഷ്കളങ്കത കാണിക്കുന്ന ആളുകളെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും വഴിതെറ്റിക്കുന്നു. നമുക്ക് തന്നെ അറിയാലേ, നമ്മളുടെ എന്തോരം സമയമാണ് പിശാച് കവർന്നെടുത്ത് കൊണ്ടുപോകണത്. ഇതേ ഒരു ഫോൺ തന്നെ മതിയല്ലേ. അങ്ങനെ നമ്മളുടെ ഏതൊരു അമലിൽ നിന്നും ഓരോ ഓഹരി തട്ടിയെടുക്കാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരാളുടെ മരണാസന്നമായ സമയത്ത് പോലും അവനെ വഴിതെറ്റിക്കാനായിട്ട് പിശാച് ഉണ്ടാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് അള്ളാഹു പറഞ്ഞു തരുന്നത് എന്തിനാണ്? ഇങ്ങനെ ഒരു ശപഥം ചെയ്തിട്ട് പിശാച് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ അതിനെതിരെ അല്ലെങ്കിൽ അതിൽ നിന്നും രക്ഷ കിട്ടാനുള്ള മാർഗങ്ങൾ നമ്മൾ ചെയ്യണം. അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ നമ്മൾ ശ്രമിക്കണം അല്ലേ. അടുത്ത ആയത്തിൽ ഈ പിശാച് മനുഷ്യർക്കിടയിൽ ചെയ്യണ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയണത്. വല ഉളില്ലന്നഹും വല ഉമന്നിയന്നഹും വല ആമുറന്നഹും വലയുബത്തിക്കുന്ന ആദാനൽ അൻആമി വല ആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ് വമൻ യത്തഖിദിശ് ശൈത്വാന വലിയ്യം മിൻ ദൂനില്ലാഹി ഫഖദ് ഖസിറ ഖുസ്റാനം മുബീനാ. വല ഉളില്ലന്നഹും, ഞാൻ അവരെ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും. വല ഉമന്നിയന്നഹും, മന്നാന്ന് വെച്ചതാണ് മോഹിപ്പിക്കുക അല്ലെങ്കിൽ ആഗ്രഹിപ്പിക്കുക. അപ്പം ഞാൻ അവരെ വ്യാമോഹിപ്പിക്കുക തന്നെ ചെയ്യും. വല ആമുറന്നഹും, അമറാന്ന് വെച്ചാൽ കൽപ്പിച്ചു എന്നാണ്. അപ്പം അവരോട് ഞാൻ കൽപ്പിക്കുക തന്നെ ചെയ്യും. ഫല യുഗയ്യിറുന്ന, എന്നിട്ട് അവർ കീറി മുറിക്കുക തന്നെ ചെയ്യും. ആദാനൽ അൻആം, കന്നുകാലികളുടെ ചെവികളെ. വല ആമുറന്നഹും, അവരോട് ഞാൻ കൽപ്പിക്കുക തന്നെ ചെയ്യും. ഫല യുഗയ്യിറുന്ന, എന്നിട്ടവർ ഭേദഗതി വരുത്തുകയും ചെയ്യും. ഖൽഖല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ. ഇപ്പം ഇവിടെ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ പിശാച് മനുഷ്യർക്കിടയിൽ വഴിതെറ്റിക്കും. പിന്നെന്താ, ആളുകൾക്കിടയിൽ മനുഷ്യരുടെ മനസ്സിൽ എന്തുണ്ടാക്കും? വ്യാമോഹങ്ങൾ ഇട്ട് തരും, നമ്മളെ തെറ്റായ രീതിയിലേക്ക് നയിക്കാനായിട്ട്. പിന്നെന്താ, നമ്മളോട് ഓരോന്ന് കൽപ്പിക്കുകയാണ്, ഇന്നത് ചെയ്യ്. അപ്പോൾ അന്ന് അറബികൾക്കിടയിൽ ഉണ്ടായ ഒരു സമ്പ്രദായമാണ് പറയുന്നത്, അവർ കന്നുകാലികളുടെ കാത് കീറിയിടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ വിഗ്രഹങ്ങളുടെ പേരിൽ ഈ ആട്, മാട്, ഒട്ടകങ്ങളെയൊക്കെ നേർച്ചയാക്കും അവർ. വഴിപാടാക്കിയിട്ട് ആ വഴിപാടാക്കിയ ഈ മൃഗങ്ങളുടെ ചെവി കീറിയിടുക എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതാണ് അള്ളാഹുവിടെ അടുത്ത് പറയണത്. അങ്ങനെ ഈ കാത് കീറിയ മൃഗത്തിനെ ഇവർ ഭയങ്കര ആദരവോടുകൂടിയാണ് കണ്ടിരുന്നത്. അതിനെ പിന്നെ അറക്കാൻ പാടില്ല, അതിൻ്റെ പാൽ ഉപയോഗിക്കാൻ പാടില്ല, അതിന് ഇങ്ങനെ പൂജയും വഴിപാടൊക്കെ നടത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആരുണ്ടാക്കിയതാ? അത് ഈ പിശാചാണ് ഇവരോട് പറയണത്, നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അത് ആ പിശാചിൻ്റെ വഴിയിലേക്ക് അവൻ കൊണ്ടുപോകുകയാണ് ആൾക്കാരല്ലേ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യും എന്നാണ് ഈ പറയണത്. പിന്നെ പറഞ്ഞു, വല ആമുറന്നഹും, അവരോട് ഞാൻ കൽപ്പിക്കുക തന്നെ ചെയ്യും. ഫല യുഗയ്യിറുന്ന, ഗയ്യറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭേദഗതി വരുത്തുക, മാറ്റം വരുത്തുക. ഖൽഖല്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ മാറ്റം വരുത്താനായിട്ട് അല്ലേ. നമുക്ക് അറിയാം, പ്രകൃതിദത്തമായ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി പല കാര്യങ്ങളും ചെയ്യിക്കും അല്ലേ. നമുക്ക് പലതും അലങ്കാരമായി തോന്നിപ്പിക്കും. അള്ളാഹുവിൻ്റെ പ്രകൃതിദത്തമായ സൃഷ്ടിപ്പിൽ ഇണകൾ ആരാണ്? സ്ത്രീയും പുരുഷനുമാണല്ലേ. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാം, സ്ത്രീയും തന്നെ ഇണകളാകുന്നു, അല്ലെങ്കിൽ പുരുഷനും തന്നെയാകുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ ഇങ്ങനെ മാറ്റിമറിക്കുകയാണ് പലതരത്തിലും അല്ലേ. ഇപ്പോൾ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷവേഷം കെട്ടി നടക്കുകയാണ്. അതുപോലെ തന്നെ ശരീരത്തിൽ പച്ച കുത്തുക, അങ്ങനെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ അവർ മാറ്റം വരുത്താണ്. ഇതൊക്കെ ആരാണ് ചെയ്യിക്കണത്? പിശാചിൻ്റെ പണിയാണ്. ഇനി അള്ളാഹു പറയാണ്, വമൻ യത്തഖിദിശ് ശൈത്വാന, ആരെങ്കിലും പിശാചിനെ പിൻപറ്റിയാൽ അല്ലെങ്കിൽ അവനെ സ്വീകരിച്ചാൽ, വലിയൻ, എങ്ങനെ കൈകാര്യകർത്താവായി സ്വീകരിച്ചാൽ, മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ. നമ്മുടെ രക്ഷാകർത്താവ് ആരാണ്? അള്ളാഹു ആണല്ലേ. അപ്പം അള്ളാഹുവിന് പകരം പിശാചിനെ ആരെങ്കിലും രക്ഷാകർത്താവായി സ്വീകരിച്ചാൽ, ഫഖദ് ഖസിറ, എന്നാൽ തീർച്ചയായും അവന് നഷ്ടപ്പെട്ടു. ഖുസ്റാനം മുബീന, സ്പഷ്ടമായൊരു നഷ്ടം അവന് നഷ്ടമായി എന്നാണ് അള്ളാഹു പറയണത്. അപ്പം ഇതിൽ പിശാച് മനുഷ്യരോട് കൽപ്പിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അവൻ ആളുകളെ വഴിതെറ്റിപ്പിക്കും അല്ലേ, പല വ്യാമോഹങ്ങൾ നൽകും.
പല വ്യാമോഹങ്ങളാണ് നമ്മളെ തെറ്റുകളിലേക്ക് നയിക്കണത് അല്ലേ? നമുക്കിപ്പോൾ പലതരത്തിൽ സമ്പാദ്യം ഉണ്ടാക്കാൻ തോന്നണത്, അല്ലെങ്കിൽ പല ബന്ധങ്ങളും ഉണ്ടാക്കണത് പലതരത്തിലുള്ള വ്യാമോഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ്. അപ്പോൾ അതൊക്കെ തോന്നിപ്പിക്കുന്നത് ആരാണ്? പിശാചാണ്. പിന്നെ പറഞ്ഞു, അവൻ കൽപ്പിക്കും എന്താ? കന്നുകാലികളുടെ കാത് കീറിയിടാൻ പറയും. അങ്ങനെ പല ദുരാചാരങ്ങളും നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്നത് ആരാണ്? ഈ പിശാചാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ മാറ്റം വരുത്താനൊക്കെ ഇവനിങ്ങനെ നമ്മളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആരെങ്കിലും അവനെയാണ് കൂട്ടുപിടിക്കണമെങ്കിൽ അവൻ്റെ കാര്യം കഷ്ടമാണ്, അവൻ വളരെ നഷ്ടത്തിൽ തന്നെയാണെന്നാണ് അള്ളാഹു പറയണത്. അപ്പൊ ഇവിടെ അള്ളാഹു പിശാചിന്റെ പ്രതിജ്ഞയെക്കുറിച്ചും അവൻ നമ്മളുടെ ഇടയിൽ ഉണ്ടാക്കണ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നു. ഇത് എന്തിനാണ്? നമ്മൾ അത്രയും ജാഗരൂകരായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവണത് അല്ലേ? ഇനി അള്ളാഹു പറയണം അവൻ എന്താണ് വാഗ്ദാനം ചെയ്യണതെന്ന്. യഇദുഹും, വഅദാന്ന് വെച്ചാൽ എന്താണ്? വാഗ്ദാനം ചെയ്തു എന്ന്. അപ്പൊ യഇദുഹും, അവൻ അവരോട് വാഗ്ദാനം ചെയ്യും. എന്തെന്ന്? വയുമന്നീഹിം, അവരെ വ്യാമോഹിപ്പിക്കുകയും ചെയ്യും. വമായ യഅദുഹുമുശ്ശൈത്വാനു, പിശാച് അവരോട് വാഗ്ദാനം ചെയ്യുന്നില്ല ഇല്ലാ ഗുറൂറ, വഞ്ചനയല്ലാതെ. അവൻ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ വ്യാമോഹിപ്പിക്കും, പക്ഷെ അതൊക്കെ വഞ്ചനയാണ്, അതൊക്കെ നഷ്ടത്തിലാണ് ചെന്ന് അവസാനിക്കുള്ളൂ എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ഇനി ഇവന്റെ വലയിൽ പെടുന്ന ആൾക്കാരുടെ സങ്കേതം എന്താണ്? അവർ ചെന്നെത്തണത് എവിടെയാണ്? ജഹന്നമിലാണ്, നരകത്തിലാണ് അവർ ചെന്നെത്തണത്. അവർക്ക് അവിടെ ഒരു ഓടിപ്പോകാനുള്ളൊരു സ്ഥലവും കണ്ടെത്താൻ പറ്റൂല അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്നാണ് അള്ളാഹു പറയണത്. ഉലൈക മഅവാഹും ജഹന്നമു വലാ യജിദൂന അൻഹാ മഹീസാ. ഉലൈക, അക്കൂട്ടർ, മഅവാഹും, അവരുടെ സങ്കേതം, ജഹന്നം, നരകമാകുന്നു. വലാ യജിദൂന, അവർ കണ്ടെത്തുകയില്ല, അൻഹ, അതിനെ വിട്ട്, മഹീസ, ഓടിപ്പോകാനൊരു സ്ഥലം അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകാനൊരു സ്ഥലം കണ്ടെത്തുകയില്ല എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ഒരു പേജിൽ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ നടത്തണ ഏതൊരു ഗൂഢാലോചനയിൽ അധികവും എന്താണ്? നല്ലതല്ല, നിങ്ങൾക്ക് നല്ലതല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഗൂഢാലോചന നടത്തുന്നത് നല്ലത്? ഒരു ദാനധർമ്മത്തെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സദാചാര മര്യാദയുള്ളൊരു കാര്യത്തെക്കുറിച്ചോ, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്ന വിഷയത്തിലോ ഒക്കെ നിങ്ങൾ ഗൂഢാലോചന നടത്തിയാൽ അതിൽ കുഴപ്പമില്ല. അല്ലാണ്ട് നടത്തണ അധികം ഗൂഢാലോചനകളും നിങ്ങൾക്ക് നല്ലതല്ല, ഗുണകരമല്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾ നല്ലൊരു വിഷയത്തിലാണ് ഗൂഢാലോചന നടത്തണമെങ്കിലും അവിടെ അള്ളാഹുവിൻ്റെ തൃപ്തി നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഏതൊരു നന്മ ചെയ്യുമ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ട ആഗ്രഹം അല്ലെങ്കിൽ ഒരു നിയത്ത് എന്തായിരിക്കണം? ഇത് ഈ ഒരു പ്രവൃത്തി കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി എനിക്ക് ഉണ്ടാവണം, അള്ളാഹുവിൻ്റെ ഇഷ്ടം ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ആരെങ്കിലും റസൂലിനോട് എതിരെ ചേരി തിരിഞ്ഞു പോവുകയാണ്, അല്ലെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്താണ് ഈ ഒരു സംഭവം പറയണമെങ്കിലും ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗത്തിൽ നിന്നും തെറ്റി, ഇതൊന്നും ശരിയല്ല, അല്ലെങ്കിൽ ഹദീസുകൾ വേണ്ട, അല്ലെങ്കിൽ ചില നിയമങ്ങൾ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ചില നിയമങ്ങൾ എനിക്ക് അനുസരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവൻ എന്താണ്? നേർമാർഗം ഏതാണെന്ന് അവന് മനസ്സിലായി കഴിഞ്ഞു, ഇന്നതാണ് നേർമാർഗം എന്നൊക്കെ അറിയാം. എന്നിട്ട് അവൻ തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്താണ്? സത്യവിശ്വാസികളുടെ മാർഗത്തിൽ നിന്നും തിരിഞ്ഞു പോയാൽ അള്ളാഹു അവനെ ആ വഴിയിൽ അങ്ങോട്ട് നയിക്കും. അവൻ ഇപ്പം അങ്ങോട്ട് സുഖമായിട്ട് അങ്ങോട്ട് കുറച്ച് നാളൊക്കെ പോകും, എന്നിട്ട് ചെന്ന് എത്തണ സ്ഥലം ഏതാണ്? ജഹന്നമാണ്, നരകമാണെന്ന് അള്ളാഹു പറഞ്ഞല്ലേ. അത് വളരെ മോശമായ പര്യവസാന സ്ഥലമാണെന്ന് അള്ളാഹു പറഞ്ഞു തരാണ്. പിന്നെ അള്ളാഹു ഷിർക്ക് ചെയ്യണതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി ആരെങ്കിലും ഷിർക്ക് ചെയ്താൽ അത് ഒരിക്കലും അള്ളാഹു പുറത്തു തരൂല, പശ്ചാത്തപിക്കാത്തടത്തോളം കാലം. ഇനി അല്ലാത്ത തെറ്റുകളൊക്കെ ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. ഇനി ആരെങ്കിലും ഷിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഏറ്റവും വലിയ വഴിപിഴവിലാണെന്ന് അവൻ അറിഞ്ഞോട്ടെ എന്നാണ് അള്ളാഹു പറഞ്ഞത് അല്ലേ. പിന്നെ ഈ ആളുകൾ, ഷിർക്ക് ചെയ്യണ ഈ ആളുകൾ ആരെയൊക്കെയാണ് ഈ വിളിച്ച് പ്രാർത്ഥിക്കണത്? ചില സ്ത്രീകളെ, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത വിഗ്രഹങ്ങളെ, സ്ത്രീകളുടെ പേരുകളുള്ള ദേവതകളെ, അല്ലെങ്കിൽ ജീവനില്ലാത്ത സാധനങ്ങളെയൊക്കെയാണ് അവർ വിളിച്ച് പ്രാർത്ഥിക്കണത്. അല്ലെങ്കിൽ ധിക്കാരിയായ പിശാചിനെയാണ് വിളിച്ച് പ്രാർത്ഥിക്കണത്. പിശാചിനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശം? ഈ ഇബ്ലീസാണ് നമുക്ക് പ്രചോദനം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ അല്ലാത്തവരിലേക്ക് നമ്മളെ കൊണ്ടുപോകണത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അള്ളാഹു പറയാണ്, അവനെ ശപിച്ചിരിക്കുകയാണ്. ഈ ഇബ്ലീസിനെ അല്ലെങ്കിൽ പിശാചിനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അവനെടുത്തൊരു പ്രതിജ്ഞയാണ് പറഞ്ഞത് അല്ലേ. തീർച്ചയായും നിന്റെ അടിയാന്മാരിൽ നിന്നും ഒരു ഓഹരി ഞാൻ തട്ടിയെടുക്കുക തന്നെ ചെയ്യും അല്ലേ. നമ്മളുടെ സമയം അല്ലെങ്കിൽ
നമ്മളുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ധനമൊക്കെ അള്ളാഹുവിൻ്റെ അടിയാന്മാരായ സത്യവിശ്വാസികളിൽ നിന്ന് തന്നെ അവൻ ഒരു നിശ്ചിത ഓഹരി തട്ടിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ചിലവരെന്താ പൂർണ്ണമായും അവൻ അങ്ങോട്ട് തട്ടിയെടുത്തുണ്ടാവും, പൂർണ്ണമായും അവരുടെ സമയവും ആരോഗ്യവും സമ്പത്തും ഒക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ലാത്ത രീതിയിൽ അവൻ തട്ടിയെടുത്ത് കൊണ്ടുപോകും. എത്ര സൂക്ഷിച്ച് നടക്കുന്ന ആളുകളെയും അവൻ തട്ടിയെടുക്കും അല്ലേ. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, എന്താ നമുക്ക് മനസ്സിലായത് എന്താണ്, നിഷ്കളങ്കരായ നിന്റെ അടിയാന്മാരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കും എന്നാണ് പറയണത്. അപ്പോൾ നമ്മളെപ്പോഴും അള്ളാഹുവിനോടുള്ള ആരാധനയിൽ നമ്മൾ നിഷ്കളങ്കരായിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും പിശാചിൻ്റെ ദുർമന്ത്രണത്തിൽ നിന്നും രക്ഷ കിട്ടാനുള്ള പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കുക. അതൊക്കെയാണ് നമുക്ക് മനസ്സിലാവണേ അല്ലേ. എന്നിട്ട് പറഞ്ഞു, ഇവൻ എന്തൊക്കെയാണ് ചെയ്യണത്, ഇവൻ വന്നിട്ട് നമ്മളെ വഴിതെറ്റിക്കും. പിന്നെ നമുക്ക് വ്യാമോഹങ്ങൾ, മനസ്സിൽ ഓരോ ആവശ്യമില്ലാത്ത മോഹങ്ങൾ ഇട്ട് തരും. നീ ഇന്ന് അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ കൈക്കൂലി കൊടുത്ത് ഇന്ന കാര്യം നേട്, അല്ലെങ്കിൽ ഇന്ന ജോലി നേട്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ലാത്ത പല കാര്യത്തിലേക്കും ഇന്നതെന്നില്ല, എന്തും നമ്മൾക്ക് ഓരോ വ്യാമോഹങ്ങൾ, ആവശ്യമില്ലാത്ത മോഹങ്ങൾ വരുമ്പോഴാണ് നമ്മൾ തെറ്റിലേക്ക് പോകണേ അല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ മനസ്സിൽ വ്യാമോഹങ്ങൾ ഇട്ട് തരും. പിന്നെ നമ്മളോട് ഓരോന്ന് കൽപ്പിക്കും, നീ അവിടെ അങ്ങനെ ചെയ്യും. ഇപ്പം അന്നത്തെ കാലത്ത് കന്നുകാലികളുടെ കാത് കീറിയിടാൻ പറയും. എന്താണ്, അങ്ങനെ കാത് കീറിയിട്ട് ഇവർ നേർച്ചയാക്കിയ ഒട്ടകങ്ങളെയാണ്, കൂടുതലും ഒട്ടകങ്ങളെയാണ് ഇവരിങ്ങനെ അറബികൾ ചെയ്യാറുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ കൽപ്പിക്കും. അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ മാറ്റം വരുത്തും, സൃഷ്ടിപ്പിനെ മാറ്റം വരുത്താനുള്ള എല്ലാ കാര്യങ്ങളും ഇവൻ ചെയ്യും. ഇനി ആരെങ്കിലും അവനെ വലിയായി സ്വീകരിച്ചാൽ അവൻ നഷ്ടത്തിലായി എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത്. പിന്നെ ഈ പിശാച് വാഗ്ദാനം ചെയ്യണ കാര്യങ്ങൾ എന്താണ്, ഈ വ്യാമോഹങ്ങളൊക്കെ ഇട്ട് തന്നിട്ട് നിങ്ങളെ വഞ്ചിക്കുക മാത്രമാണ് അവൻ ചെയ്യണതെന്ന് അള്ളാഹു ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നുണ്ട്. ഇനി അവനെ പിൻപറ്റി പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഉണ്ടാവണ സങ്കേതം എന്താണ്, ചെന്ന് അവസാനിക്കണത് ജഹന്നമിലാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓടിപ്പോയി രക്ഷപ്പെടാനായിട്ടൊരു സ്ഥലവും കിട്ടൂല എന്നും അള്ളാഹു കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു അല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ഇൻഷാ അല്ലാഹ്. അപ്പം അടുത്തൊരു ഓഡിയോയിൽ നമുക്ക് നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.